വോട്ടർ പട്ടിക ക്രമക്കേട് പുറത്തു വന്നതോടെ സുരേഷ് ഗോപിക്കെതിരെയുള്ള പ്രതിഷേധം തൃശ്ശൂരിൽ ശക്തമാവുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ പരിപാടിയിലാണ്. ഇവിടെ ഒരു പ്രതീകാത്മക ബാലറ്റ് വോട്ടിംഗ് ബൂത്ത് സൃഷ്ടിച്ചുകൊണ്ടാണ് പ്രതിഷേധം. ഇത് റീകോൾ പോളിംഗ് ബൂത്താണ്. കേന്ദ്രമന്ത്രിയെ അല്ലെങ്കിൽ MP-യെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വോട്ടർമാർ പോൾ ചെയ്യുന്നതായി പ്രതീകാത്മക പ്രതിഷേധം നടത്തുന്ന ഒരു പരിപാടിയാണിത്. ഇത് ഒരു തരത്തിലൊരു പ്രതിഷേധം അറിയിക്കൽ കൂടിയാണ്. വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ നിരവധി പേർ വരികയും വോട്ട് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പലതരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നഗരത്തിൽ അരങ്ങേറിയെങ്കിലും ഇന്ന് ഒരു വ്യത്യസ്ത പരിപാടി വെൽഫെയർ പാർട്ടി ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ പ്രതിഷേധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തൃശ്ശൂരിനെ വഞ്ചിച്ച സുരേഷ് ഗോപിയോടുള്ള അതിശക്തമായ ജനകീയ രോഷമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്യൂ കണ്ടാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാം. സുരേഷ് ഗോപി ഈ നാടിനോട് ചെയ്തത് വലിയൊരു വഞ്ചന തന്നെയാണ്. കാരണം ജനാധിപത്യം എന്ന് പറയുന്ന ഒരു വലിയ ഇന്ത്യയുടെ നിലനിൽപ്പിനെ തന്നെ ശക്തമായി സ്വാധീനിക്കുന്ന ഒരു സംവിധാനത്തെ തകർക്കാനുള്ള സുരേഷ് ഗോപിയുടെ ശ്രമം അത് ഈ ജനങ്ങൾ വെച്ച് പൊറുപ്പിക്കില്ല. അത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് മുതൽ ആ പ്രക്ഷോഭം, ആ പ്രതിഷേധം ശക്തമായി അലടിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ തന്നെ അങ്ങനെയാണ്. ഇപ്പോൾ ജനങ്ങൾ ഇത്രമാത്രം ജനങ്ങൾ 3 മണിക്ക് തുടങ്ങിയ വോട്ട് സുരേഷ് ഗോപിക്കെതിരായുള്ള ഒരു വോട്ട് ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം തൃശ്ശൂരിലെ ജനങ്ങൾ എത്രമാത്രം ഈ വിഷയത്തിൽ പ്രതിഷേധിക്കുന്നു. അതൊന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് പേര് വരുന്നുണ്ടല്ലേ? ഒരുപാട് പേര് വരുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ അടിത്തറ ജനാധിപത്യമാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ് വോട്ടിംഗ് എന്നുള്ളത്. ആ വോട്ടർ പട്ടിക ക്രമക്കേട് നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കുക എന്നതാണ്. അത് പ്രത്യേകിച്ച് ചെയ്യുന്നത് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്നതാണ് ഈ പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട കാതൽ. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഇവിടെ ഉള്ളത്. ഒരു വ്യത്യസ്തമായ പ്രതിഷേധ പരിപാടിയാണ് വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ചിട്ടുള്ളത്. തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.